ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്രാൽപരം പണപരം പരതശ്ച സസ്ത്വമാവോക്ലീമം ഹിബുഗമംബുഗം സുഗം ജവേസ്മ ജാമിത്രമസ്ത്രഭവനം സുതപം ത്രികോണം മേഷൂരണം ദശമത്ര കർമ്മവിദ്യാത്. അതെ, ഓരോ വ്യക്തികളുടെയും കർമ്മത്തിനനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുടെയും ക്രൂരനാണോ, സൗമ്യനാണോ, ക്ലീബനാണോ, അതുപോലെ തന്നെ കേന്ദ്രസ്ഥനാണോ, പണപരമാണോ, അങ്ങനെ ഏതേത് രാശികളിൽ ഏതേത് സ്ഥിതികൾ, അതൊക്കെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചതിന് ശേഷമാണ് അത് വരാഹമിഹിരാചാര്യൻ എഴുതിയിരിക്കുന്ന ഹോരാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷ കാര്യങ്ങൾ ഞാൻ ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തുന്നത്. വിശദമായിട്ട് ചിന്തിച്ചത് 2025 മാർച്ച് മാസം ഫലമാണ് പറയുന്നത്. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും ബുധൻ്റെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മാസം. അതായത് ദൈവാധീനം 11-ാമിടത്താണ് വ്യാഴം. 11-ാമിടത്ത് വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിൽ ഒന്നും കരുതിയില്ലെങ്കിലും ഒരു വഴിക്ക് പോയാൽ ആ കാര്യം സാധിച്ച് വരും. അതായത് 10,000 രൂപ കൊടുത്ത് മാത്രം സാധിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ആ കാര്യം സാധിക്കാൻ പോവുകയാണെങ്കിൽ കയ്യിൽ പൈസ ഒന്നും കരുതിയിട്ടില്ലതാൽ അത് ഏതെങ്കിലും വേറെ വ്യക്തികൾ മുഖാന്തരം നമുക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ 10,000 രൂപ വാല്യബിളായിട്ടുള്ള ആ കാര്യം സാധിച്ചു കിട്ടുവാൻ യോഗമുണ്ട്. അതാണ് 11-ാമിടത്ത് വ്യാഴത്തിൻ്റെ പ്രത്യേകത. എന്ന് വിചാരിച്ച് രാവിലെ കയ്യും കെട്ടി കയ്യും വീശി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് 10,000 രൂപയുടെ സാധനം മേടിക്കാമെന്ന് വിചാരിച്ചാൽ പോയാൽ എല്ലാവർക്കും അത് സാധിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊക്കെ മനസ്സിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സാധിച്ചതായിട്ട് ഓർമ്മ വരും ചിലർക്കെങ്കിലും. അത് സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രധാനമായിട്ട് ഈ പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള ഒരു മാസവും കൂടിയാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. ജാതകം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ തടസ്സമോ ജോലി തടസ്സമോ അങ്ങനെ സന്താന കാര്യത്തിലായാലും ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായി. പ്രധാനമായിട്ട് ആരോഗ്യം തൃപ്തികരമായി ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. പൊതുവെ ദേഷ്യമൊക്കെ ഒഴിവാക്കുക. പെട്ടെന്ന് നെഗറ്റീവ് ചിന്താഗതി കടന്നു വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തടസ്സങ്ങളും ദീർഘകാലമായിട്ട് സാധിക്കാതെ കിടക്കുന്നതുമായ കാര്യങ്ങൾ ഈ മാസം അപ്രതീക്ഷിതമായിട്ട് സാധിക്കുന്നതിനുള്ള യോഗമുണ്ട്. അതായത് പണം കടം കൊടുത്തത് കിട്ടാനുള്ളവർക്ക് കിട്ടുന്നതിനോ, അതുപോലെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനോ, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കൊക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. അതായത് കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യാധിപനായിരിക്കുന്ന 9-ാം ഭാവാധിപൻ 11-ാമിടത്ത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ 11-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശി, അത് കർക്കിടകൻ രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യഭാവവും കൂടിയാണ്. ആ ശുക്രൻ എന്ന് പറയുമ്പോൾ 9-ാം ഭാവാധിപൻ മാത്രമല്ല,
കേന്ദ്രാധിപത്യം കൂടിയുള്ള ത്രികോണാധിപത്യം കൂടിയുള്ള രാജയോഗകാരകനായ ശുക്രനാണ് തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസം ഏതെങ്കിലും തരത്തിൽ ഒരു ലോട്ടറി ഭാഗ്യമെങ്കിലും വന്നു ചേരുവാൻ യോഗമുണ്ട്. ഒരു ദീർഘകാലമായിട്ട് ഇറക്കിയിട്ട് കുറിയടിക്കാത്ത ഒരു ചിട്ടി കുറിയടിക്കുന്നതിന് യോഗമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ഏതെങ്കിലും തുക ദീർഘനാളുകളായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ കിടക്കുന്നവർക്ക് കിട്ടുവാൻ യോഗമുണ്ട്. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരസ്ഥാനീയർ അപ്രതീക്ഷിതമായിട്ട് സഹായിക്കുന്നതിന് യോഗമുണ്ട്. ഇത് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്വത്ത് ദീർഘനാളുകളായിട്ട് ചോദിച്ചിട്ടും കിട്ടാത്തത് കിട്ടുവാൻ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പുതിയതായിട്ട് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. വിൽക്കാതെ കിടന്ന ഭൂമി വിൽക്കുവാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം കൂടി ഒരാൾക്ക് സാധിക്കുമെന്നല്ല. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് ഭാഗ്യാവസ്ഥകൾ വരിക. രോഗങ്ങൾ ചികിത്സിച്ചിട്ട് മാറാത്തവർക്ക് ചികിത്സ ഫലിക്കുന്നതിനും രോഗം മാറുന്നതിനും യോഗമുള്ള ഒരു മാസമാണ്. അതും ഒരു ഭാഗ്യം തന്നെയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ മാസം ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് പല പ്രാവശ്യം ടെസ്റ്റുകൾ എഴുതിയിട്ട് പാസ്സാകാതെ കിടന്നത് ഈ മാസം എഴുതിയാൽ പാസ്സാകുന്നതിന് യോഗമുണ്ട്. വിദേശ രാജ്യങ്ങൾ പോകുന്നതിന് ഓരോ രാജ്യത്ത് പോകുന്നതിനും ഓരോ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെയാണ് ആവശ്യമായിട്ട്. അത് മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി ഒരു ടെസ്റ്റും കൂടെ പാസ്സാകണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ടെസ്റ്റ് പാസ്സാകുന്നതിനും എല്ലാ ടെസ്റ്റുകളും പാസ്സായിട്ട് വിസ വരുന്നതിന് കാത്തിരിക്കുന്നവർക്ക് വിസ വരുന്നതിനും അതിനുള്ള സാമ്പത്തികം ഇണങ്ങി വരുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് വിദേശത്തായിരിക്കുന്നവർക്കും സ്വദേശത്തായിരിക്കുന്നവർക്കും അഭിവൃദ്ധികരമാണ്. പ്രൊമോഷൻ കിട്ടുന്നതിന് യോഗമുണ്ട്. അധികാരത്തിൻ്റെ ഗ്രഹം പ്രബലമായിട്ട് നിൽക്കുന്നു. അതുപോലെ ശുക്രൻ പ്രബലനായിട്ട് നിൽക്കുന്നു. വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനും പ്രബലമായിട്ട് നിൽക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായ വ്യക്തികളാണ് എങ്കിലും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ ചെറിയ ചെറിയ കൃഷികളോ ചെറിയ ചെറിയ കച്ചവടങ്ങളോ ഒക്കെ ചെയ്ത് ജീവിക്കുന്നവർക്കും സന്തോഷത്തിൻ്റെയും ഒരു ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒക്കെ ഒരു മാസമാണ് മാർച്ച് മാസം. അപ്പോൾ വിജയങ്ങൾ പല രീതിയിൽ ഇവരെ തേടിയെത്തും. അത് വീട്ടമ്മമാരായിരിക്കുന്നവർക്കും നല്ലതാണ്. നല്ല പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ ശയനോപകരണങ്ങളോ ഒക്കെ കുടുംബത്ത് വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു തൊഴിൽ പുതിയതായിട്ട് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു തീരുമാനമാകുന്നതിനും ഒരു പുതിയ തൊഴിൽ ആരംഭിച്ച് സാമ്പത്തിക മേന്മയിലേക്ക് വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ആദായം കിട്ടും. വസ്ത്രവും അതുപോലെ തന്നെ പ്രത്യേകതയാണ്. വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കും കൂടുതൽ വരുമാനങ്ങളൊക്കെ ലഭിക്കുകയും കച്ചവടങ്ങളൊക്കെ വർദ്ധിക്കുകയും പുതിയ പുതിയ ഉടമ്പടികളിലൊക്കെ കിട്ടുന്നതിനുമൊക്കെ യോഗമുള്ള നല്ല ഒരു മാസം. വിദേശത്തായിരിക്കുന്നവർക്ക്, അതായത് വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ രാശിക്കാർക്ക് അഭിവൃദ്ധിക്കായിട്ട് ദേവീപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രം. കൂടാതെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര പോലെയുള്ള വഴിപാടുകളും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സമ്പത്തും വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.